ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിക്കട്ടെ. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. തോട് ചേർന്ന് ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം കൂടെ വായിക്കട്ടെ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ പദ്ധതികൾ ലേവ്യ പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ എല്ലാ കാലത്തെയും ലക്ഷ്യവും ഉദ്ദേശവും അതുതന്നെയായിരുന്നു. ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച് സമൃദ്ധമായ ഒരു തോട്ടത്തിലാക്കി വെച്ചത് ദൈവത്തിന് ആ മനുഷ്യനോടൊപ്പം കൂട്ടായ്മ ആചരിക്കുവാനായിട്ടാണ്. അതിനുവേണ്ടിയാണ് മനുഷ്യൻ്റെ അടുത്തേക്ക് ദൈവം ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. എന്നാൽ പാപത്താൽ വഷളാക്കപ്പെട്ട ആ ലോകത്തെ, അല്ലെങ്കിൽ പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ മനുഷ്യനെ വീണ്ടും തന്നോടടുപ്പിക്കുവാൻ ഉള്ള ആ കാര്യപരിപാടികൾ കർത്താവ് എല്ലാ കാലത്തും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒരു ജനത്തെ അതിനു വേണ്ടി വേർതിരിച്ചു. അതാണ് ഇസ്രായേൽ ജനം. തനിക്ക് ഒരു വിശുദ്ധ ജനമായിരിക്കുവാൻ തൻ്റെ ന്യായങ്ങളും ചട്ടങ്ങളും വിധികളും കൽപ്പിച്ചു കൊടുത്ത് അവരതിൽ നടക്കുമാറാക്കുന്ന ഒരു ജനക്കൂട്ടത്തെ ദൈവം വേർതിരിച്ച ആ ഇസ്രായേലിനോടാണ് പറയുന്നത്, നിങ്ങൾ എനിക്കുള്ളവരായിരിക്കണം. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുകയാണ്. ഞാൻ വിശുദ്ധനായ ദൈവമാണ്. എനിക്ക് അശുദ്ധിയോട് ഇടപഴകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കണം. നിങ്ങളുടെ എന്തെങ്കിലും കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ അല്ല. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതുകൊണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്, നിങ്ങൾ എൻ്റെ ജനമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്ന് തന്നെ ദൈവം കൽപ്പന കൊടുത്ത് ആ ഇസ്രായേൽ ജനത്തിന് ചട്ടങ്ങളും കൽപ്പനകളും കൊടുത്തു എന്ന് മാത്രമല്ല, അവരെ നയിക്കുവാൻ കാലാകാലങ്ങളായി അവർക്ക് നായകന്മാരെയും ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. അതിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. വീണ്ടും അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ലോകത്തിൽ നിന്ന് എടുത്ത ഒരു ജനക്കൂട്ടം തൻ്റെ പ്രിയ ശിഷ്യന്മാരോട്, ആ ശിഷ്യന്മാരാൽ സുവിശേഷം കേട്ട് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ഒക്കെയുള്ള ഒരു പ്രാർത്ഥനയാണല്ലോ നാം യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെയും കർത്താവ് ഇത് തന്നെ ഉറപ്പിച്ചു പറയുന്നു. ഇത് പലപ്പോഴും നാം ചിന്തിച്ചിട്ടുള്ള വേദഭാഗം തന്നെയാണെങ്കിലും നാം ഇതെപ്പോഴും എപ്പോഴും എന്നും ഓർക്കേണ്ടതാണ്. ദൈവം നമ്മെ വിശുദ്ധരായി ജീവിക്കുവാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ പെട്ട് വഷളായി പോകാതെ ദൈവത്തോടുള്ള ഭക്തിയിലും നിർമ്മലതയിലും ഏകാഗ്രതയിലും നമ്മുടെ ജീവിതം കഴിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവൻ്റെ വിശുദ്ധി നമ്മുടെ ആഗ്രഹവും നമ്മുടെ അധ്വാനവും അതിനുവേണ്ടിയുള്ളതായിരിക്കാൻ അതിനു വേണ്ട ഉദവികളെല്ലാം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. തൻ്റെ വചനത്തിലൂടെ നമുക്ക് ബുദ്ധിയുപദേശം തരുന്നുണ്ട്. നമുക്ക് ഏത് സമയത്തും കൃപ ലഭിക്കാനായി ആ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുവാനുള്ള ധൈര്യവും പ്രവേശനവും നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമ്മുടെ ജീവിതം നാം ക്രമീകരിക്കുവാൻ മനസ്സ് വച്ചിട്ടുണ്ടോ? നിൻ്റെ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണമേ എന്നാണ് ഇവിടെ പറയുന്നത്. ആ വചനം സങ്കീർത്തനക്കാരൻ പറയുന്നത്,
ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. മാത്രമല്ല, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കും. വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ആ വിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് വിശുദ്ധിയോടെ ജീവിക്കുവാൻ, നമ്മുടെ ജീവിത ക്രമീകരണം വരുത്തുവാൻ നമുക്ക് ഇടയാക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. God bless you.